യെസ്, മൈ ഡിയർ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. ഇന്ന് നമ്മൾ ഇവിടെ മനസ്സിലാക്കാൻ പോകുന്നത് ഫൊഹോവയുടെ ബിസിനസ് പ്ലാൻ ആണ്. ഓക്കെ, ഫൊഹോവ ബിസിനസ് പ്ലാൻ, ബെസ്റ്റ് ടൈപ്പ് ഓഫ് കോമ്പൻസേഷൻ പ്ലാൻ എന്നാണ് ഇവിടെ ഇതിനെ എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നത്. ബെസ്റ്റ് ടൈപ്പ് ഓഫ് കോമ്പൻസേഷൻ പ്ലാൻ, വൺ ഓഫ് ദ ബെസ്റ്റ് പ്ലാൻ ഇൻ ഇന്ത്യൻ മാർക്കറ്റ് നമുക്ക് പറയാം. ഇന്ന് നമ്മൾ കണ്ടിട്ടുള്ള എല്ലാ പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനിയും നമ്മൾ കമ്പാരിസൺ ചെയ്ത് കഴിഞ്ഞാൽ ദി ബെസ്റ്റ് ബിസിനസ് പ്ലാൻ ആണ് ഫൊഹോവ നമുക്ക് മുമ്പിൽ വെച്ചിരിക്കുന്നത്. ഇതെങ്ങനെയാണെന്നുള്ള ഒരു ചെറിയൊരു 10 minutes ഒരു എക്സ്പ്ലനേഷനോട് ഞാൻ നിങ്ങൾക്കൊന്ന് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ പോണ്. ഇവിടെ ഡയറക്ട് സെല്ലിങ്ങിന്റെ സാധ്യതകളെ കുറിച്ച് ഒരുപാട് സംസാരിക്കുന്നുണ്ട്. അത് നമുക്ക് നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പിന്നീട് ചെക്ക് ചെയ്യാം. അതുപോലെ ഇന്ത്യൻ മാർക്കറ്റ് ഡയറക്ട് സെല്ലിംഗ് നടത്തുന്ന ഗ്രോത്ത് ഏതാണ്ട് 2025-26 ആകുമ്പോഴത്തേക്കും 64,500 കോടിയുടെ ടേൺ ഓവറാണ് ഇന്ത്യൻ മാർക്കറ്റിൽ എക്സ്പെക്ട് ചെയ്യുന്നത്. ഇതൊക്കെ നമുക്ക് ബിസിനസ് സാധ്യത എത്രമാത്രം ഉണ്ട് എന്നുള്ളത് തന്നെ കാണിച്ച് തരുന്ന ഒരു സംഭവമാണ്. അതുപോലെ നെറ്റ്വർക്ക് മാർക്കറ്റിംഗ് എന്ന അതിന്റെ ഒരു ബേസിക് എന്താ പറയാ മെത്തേഡ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒരു മാനുഫാക്ചർ ചെയ്യുന്ന പ്രോഡക്റ്റ് കൺസ്യൂമറിലേക്ക് ഡയറക്റ്റ് ഒരു ഡിസ്ട്രിബ്യൂട്ടർ ത്രൂ എത്തിക്കുക എന്നുള്ളതാണ് ഡയറക്ട് സെല്ലിങ്ങിന്റെ ഉദ്ദേശം. നമുക്ക് ട്രഡീഷണൽ മാർക്കറ്റിൽ നമുക്ക് സാധാരണ നടന്നുകൊണ്ടിരിക്കുന്ന മാർക്കറ്റിൽ ഡിസ്ട്രിബ്യൂട്ടർ, ഹോൾസെയിലർ, റീറ്റെയിലർ, സ്റ്റോക്കിസ്റ്റ്, അങ്ങനെ പല ഇടനിലക്കാരുടെ മൂല്യമാണ് നമുക്ക് ഒരു പ്രോഡക്റ്റ് നമ്മുടെ കയ്യിലെത്തുന്നെങ്കിൽ ഡയറക്ട് സെല്ലിങ്ങിൽ നേരിട്ട് ഫാക്ടറിയിൽ നിന്നും ഒരേ ഒരു ഡിസ്ട്രിബ്യൂട്ടർ മൂലം ഡയറക്റ്റ് ആയിട്ട് കൺസ്യൂമറിലേക്ക് പ്രോഡക്റ്റ് എത്തിക്കുന്ന സിസ്റ്റമാണ്. സോ ഇവിടെ ഫൊഹോവയിലെ കുറിച്ച് പറയുന്നത്, ഫൊഹോവയിൽ ഇൻസ്റ്റന്റ് ആയിട്ട് നമുക്ക് വീക്കിലി കിട്ടുന്ന ഇൻകം ഉണ്ട്. ഇൻസ്റ്റന്റ് ആയിട്ട് കിട്ടുന്ന ഇൻകം അത് ടീം സെയിൽസ് ബോണസും ഡെവലപ്മെന്റ് ബോണസുമാണ്. അതായത് റെഫറൽ ബോണസും ബൈനറി ബോണസും എന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ എലൈറ്റ് ബോണസ് എന്ന് പറഞ്ഞ മറ്റൊരു ബോണസ് ഉണ്ട്. അത് നമുക്ക് റിയൽ ടൈം ഇൻകം ആണ്. അത് നമ്മൾ എപ്പോൾ അത് അച്ചീവ് ചെയ്യുന്നു അപ്പോൾ നമുക്കത് ലഭിക്കുന്നതായിരിക്കും. ക്വാർട്ടർലി 3 മാസത്തിലൊരിക്കൽ കിട്ടുന്ന ഇൻകം ഉണ്ട്. ഡയമണ്ട് ഡിവിഡൻഡ്, ഡയമണ്ട് ആയിട്ടുള്ള ആളുകൾക്ക് അതിന്റെ ക്രൈറ്റീരിയ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാ 3 മാസം കൂടുമ്പോഴും 1% കൺട്രി ടേൺ ഓവർ ലഭിക്കും. അതുകൂടാതെ ഒരു 5 ഇൻകം വേറെ ഉണ്ട്. ആ ഇൻകമാണ് ലക്ഷറി ടൂറിസം അവാർഡ്, ലക്ഷറി കാർ അവാർഡ്, ലക്ഷറി ഞാൻ ഓരോന്നായിട്ടും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ഇഷ്ടപ്പെടുന്നു. അതിനു മുമ്പ് ഈ നമ്മുടെ ഫൊഹോവയിലുള്ള പ്രോഡക്റ്റിന്റെ ഒരു ലൈനപ്പാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നമുക്ക് ഏതാണ്ട് 17ഓളം പ്രോഡക്റ്റ് ഉണ്ട്. ആ 17 പ്രോഡക്റ്റുകളുടെ ഒരു ലിസ്റ്റാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ആ 17 പ്രോഡക്റ്റുകളുടെ ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് ആണ് ബ്ലൂ മാർക്കിൽ മാർക്ക് ചെയ്തിരിക്കുന്നത്. ഡോളർ ബേസിലാണ് ചെയ്തിരിക്കുന്നത്. കാരണം ഇന്റർനാഷണൽ കമ്പനിയാണ്, പല രാജ്യങ്ങളിൽ 30ഓളം രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഡോളറിലായിരിക്കും നമ്മുടെ പ്രൈസിനെ കോമണൈസ് ചെയ്തിരിക്കുന്നത്. ഒരു ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് എന്ന് പറഞ്ഞാൽ 80 രൂപയാണ്. അതായത് ഒരു ഡോളറിന്റെ വാല്യൂ. ആ ഡോളർ വേരിയേഷൻ മാർക്കറ്റിൽ വന്നാലും നമ്മുടേത് 80 രൂപയായിട്ട് ഫിക്സ് ചെയ്തിരിക്കുകയാണ്. റൈറ്റ് സൈഡ് റെഡ് മാർക്കിലുള്ളത് PV ആണ്. അത് ഒരു PV ഈസ് ഈക്വൽ ടു അഗൈൻ 80 രൂപയാണ്. ഒരു ഡോളറാണ് ഒരു PV. സോ നമുക്ക് PV ബേസ് ആയിരിക്കും നമ്മുടെ ബോണസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. വളരെ ശ്രദ്ധിക്കുക, PV ബേസ് ചെയ്താൽ നമ്മുടെ ബോണസ് കാൽക്കുലേറ്റ് ചെയ്യുക. ഡിസ്ട്രിബ്യൂട്ടർ പ്രൈസ് ബേസ് ചെയ്തായിരിക്കും നമ്മുടെ റാങ്കുകൾ, നമ്മുടെ അച്ചീവ്മെന്റ്സ് എല്ലാം കാൽക്കുലേറ്റ് ചെയ്യുക. ഇവിടെ എല്ലാ പ്രോഡക്റ്റിനും PV ഉണ്ട്. ആ PV ബേസ് ചെയ്തിരിക്കും നമ്മുടെ ബോണസും കാൽക്കുലേറ്റ് ചെയ്യുക. DP ബേസ് ചെയ്തിരിക്കും നമ്മുടെ റാങ്ക് കാൽക്കുലേറ്റ് ചെയ്യുക. ഈ വ്യത്യാസം നമ്മളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെക്കണം. അടുത്ത ഇവിടെ ഈ ബിസിനസ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്യാം, ഹൗ ടു സ്റ്റാർട്ട് ഫൊഹോവ ബിസിനസ്. 4 കാർഡ് പാക്കേജുകളാണുള്ളത്. 1 ബ്രോൺസ് കാർഡ്, 2 സിൽവർ കാർഡ്, 3 ഗോൾഡ് കാർഡ്, 4 പ്ലാറ്റിനം കാർഡ്. ഇതിനൊക്കെ ബേസ് ആയിട്ട് FDS എന്ന് പറഞ്ഞൊരു കാർഡ് ഉണ്ട്. അതായത് ഫൊഹോവ ഡയറക്ട് സെന്റർ. അതായത് നിങ്ങളുടെ KYC എന്ന് പറഞ്ഞാൽ ആധാർ കാർഡ്, പാൻ കാർഡ്, ബാങ്ക് ഡീറ്റെയിൽസ്, ഇമെയിൽ ID, ഫോൺ നമ്പർ, ഒരു റെഫറൽ ID മൂലം, ഒരു സ്പോൺസർ മൂലം നിങ്ങൾ ഈ കമ്പനിയുടെ വെബ്സൈറ്റിൽ രജിസ്റ്റർ ചെയ്യാം. അത് രജിസ്റ്റർ ചെയ്യേണ്ട വിധം നിങ്ങൾക്ക് നിങ്ങളെ സ്പോൺസർ നിങ്ങൾക്ക് പറഞ്ഞുതരും. രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾ ഇന്റർനാഷണൽ കമ്പനിയുടെ ബിസിനസ് പാർട്ണറായി മാറി. ജസ്റ്റ് ചിന്തിക്കുക, ഒരു ഇന്റർനാഷണൽ കമ്പനിയുടെ എന്ന് ഞാൻ പറഞ്ഞു 30ഓളം രാജ്യങ്ങളിൽ പ്രവർത്തിക്കുന്ന കമ്പനിയാണ്. ഒരു ഇന്റർനാഷണൽ ബിസിനസ്സിൽ നമ്മൾ പാർട്ണർ ആവുക ജസ്റ്റ് ബൈ രജിസ്റ്ററിങ് KYC എന്ന് പറഞ്ഞാൽ അതൊരു വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് മൈ ഡിയർ ഫ്രണ്ട്സ്. എല്ലാവർക്കും കിട്ടില്ല. അപ്പോൾ കിട്ടുന്നവർ അത് കറക്റ്റായിട്ട് ഉപയോഗിക്കാം. നമ്മൾ FDS രജിസ്റ്റർ ചെയ്താൽ തന്നെ നമുക്ക് ഇവിടെ കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഡിസ്ട്രിബ്യൂട്ടറായി നമ്മൾ പിന്നെ MRP കൊടുക്കേണ്ട ഒരു പ്രോഡക്റ്റിനും നമുക്ക് DP പ്രൈസിൽ ഏകദേശം 20% ഡിസ്കൗണ്ടിൽ നമുക്ക് പ്രോഡക്റ്റ് എൻജോയ് ചെയ്യാനായിട്ട് സാധിക്കും. നിങ്ങൾക്ക് മേടിച്ച് റീറ്റെയിൽ ചെയ്യാം. നിങ്ങൾക്ക് 20% പ്രോഫിറ്റ് അതിനകത്ത് ലഭിക്കുന്നതായിരിക്കും. ഇനി നിങ്ങൾ ഇതൊരു ബിസിനസ് ആയിട്ട് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ബ്രോൺസ് പാക്കേജിൽ സ്റ്റാർട്ട് ചെയ്യാം. ബ്രോൺസ് പാക്കേജ് സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് 6,400 രൂപയുടെ വർത്ത് പ്രോഡക്റ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യാം. നമുക്കറിയാം ഫൊഹോവയിൽ 17ഓളം പ്രോഡക്റ്റ് ഉണ്ട്. ആ 17 പ്രോഡക്റ്റ് ഇനി ഒരുപാട് പ്രോഡക്റ്റ് പൈപ്പ് ലൈനിലുണ്ട്. ഈ 17 പ്രോഡക്റ്റിൽ ഏത് പ്രോഡക്റ്റ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. പക്ഷെ ഓവറോൾ ബില്ല് ഒരു 6,400 രൂപ ആയാൽ മതി. നിങ്ങൾ ബ്രോൺസ് കാർഡ് ഡിസ്ട്രിബ്യൂട്ടറായി.
അതേപോലെ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ കാർഡ്, കുറച്ചുകൂടെ കൂടുതൽ വരുമാനം വേണമെങ്കിൽ ഓരോ കാർഡിനും ഓരോ വരുമാന സ്ലാബാണ്. കൂടുതൽ വരുമാനം വേണമെങ്കിൽ നിങ്ങൾ സിൽവർ കാർഡിലേക്ക് മാറാം, അല്ലെങ്കിൽ ഗോൾഡ് കാർഡിലേക്ക് മാറാം, അല്ലെങ്കിൽ പ്ലാറ്റിനം കാർഡിലേക്ക്. പ്ലാറ്റിനം കാർഡാണ് ഏറ്റവും ടോപ്പ് കാർഡ്. ഈ ബിസിനസ് ചെയ്യുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് ജീവിതത്തിൽ ഒരിക്കൽ പ്ലാറ്റിനം കാർഡ് ആയിരിക്കും. ഇവിടെ നമ്മുടെ കമ്പനി പ്ലാറ്റിനം കാർഡ് ആവാൻ വേണ്ടി മറ്റൊരു ഓപ്ഷൻ കൂടെ തന്നിട്ടുണ്ട്. നമ്മുടെ എന്താ പറയാ, ഗോൾഡ് കാർഡ് ആയതിനു ശേഷം 2 ഗോൾഡിനെ നമ്മൾ സ്പോൺസർ ചെയ്യാം. ഇതൊരു അഫിലിയേറ്റഡ് ബിസിനസ് ആണ്, റെഫറൽ ബിസിനസ് ആണ്. അവർ 2 ഗോൾഡ് കാർഡുകാരെ നമ്മൾ സ്പോൺസർ ചെയ്യുമ്പോൾ നമ്മളെ പ്ലാറ്റിനമായിട്ട് ഓട്ടോമാറ്റിക് കമ്പനി അപ്ഗ്രേഡ് ചെയ്യും. ഇനി ഈ കാർഡുകളൊന്നും നമ്മൾ വൺ ടൈം സിംഗിൾ ടൈം പർച്ചേസിൽ ചെയ്യണമെന്നില്ല. 6400 ചെയ്ത ഒരു വ്യക്തിയെ സംബന്ധിച്ച് ബാലൻസ് 3000 ചില്ലറ രൂപ, 13,000 ചില്ലറ രൂപ പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ സിൽവറിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. സിൽവറിലുള്ള ആളെ സംബന്ധിച്ച് ബാലൻസ് 20,000 രൂപ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സിൽവറിലേക്കും അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും, ഗോൾഡിലേക്ക് അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഗോൾഡിലുള്ള വ്യക്തിയെ സംബന്ധിച്ച് ബാലൻസ് 40,000 പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്ലാറ്റിനത്തിലേക്കും അപ്ഗ്രേഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ അക്യുമുലേഷനിലൂടെ നമുക്ക് ഏതൊരു കാർഡിലേക്ക് എത്താനായിട്ട് സാധിക്കും. അതിന്റെ ടേംസ് ആൻഡ് കണ്ടീഷൻസ്, അതിന്റെ കാലയളവെല്ലാം നിങ്ങൾക്ക് സ്ലൈഡിൽ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ നിങ്ങളുടെ ലീഡേഴ്സ് ഡിസ്കസ് ചെയ്താൽ കൂടുതൽ വിവരങ്ങൾ ലഭിക്കും. സോ മൊത്തത്തിൽ ഏതൊരു വ്യക്തിക്ക് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. പണം ഉള്ള ആൾക്കും പണമില്ലാത്ത ആൾക്കൊക്കെ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനായിട്ടുള്ള ഓപ്പർച്യൂണിറ്റിയാണ് ഫോക്കോവെ ഇവിടെ നിങ്ങളുടെ മുമ്പിൽ വെക്കുന്നത്. അടുത്ത നമുക്ക് ഇതിന്റെ വരുമാനം നോക്കാം. ഇൻകം നമ്പർ 1, ടീം സെയിൽസ് ബോണസ് അഥവാ റെഫറൽ ബോണസ്. ബ്രോൺസ് കാർഡിലുള്ള ആളെ സംബന്ധിച്ച് 10% റെഫറൽ ബോണസ് ആയിരിക്കും ലഭിക്കുക. അദ്ദേഹം റെഫർ ചെയ്യുന്ന എല്ലാ ബിസിനസ്സിനും 10% റെഫറൽ ബോണസ് അവർക്ക് ലഭിക്കും. പക്ഷെ നിങ്ങൾ സിൽവർ കാർഡിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് 13% മാറും. ഗോൾഡിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ അത് 16% മാറും. 20% ലഭിക്കണമെങ്കിൽ നിങ്ങൾ പ്ലാറ്റിനം കാർഡിലേക്ക് അപ്ഗ്രേഡ് ചെയ്യണം. സോ പ്ലാറ്റിനം കാർഡാണ് ഏറ്റവും ടോപ്പസ്റ്റ് കാർഡ്. പ്ലാറ്റിനം കാർഡിലുള്ള വ്യക്തികളെ സംബന്ധിച്ച് അവർക്ക് കമ്പനിയിലെ എല്ലാ ബെനിഫിറ്റും ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. സോ അതിന് ചില ഉദാഹരണങ്ങൾ കൊടുത്തിട്ട്, നിങ്ങൾ പ്ലാറ്റിനം കാർഡിലാണെങ്കിൽ നിങ്ങൾ ഒരു ബ്രോൺസ് കാർഡിനെ സ്പോൺസർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ ഇൻകം 832 രൂപയായിരിക്കും ഏകദേശം, ബേസ്ഡ് ഓൺ PV. അവർ സെലക്ട് ചെയ്യുന്ന പ്രോഡക്റ്റിനനുസരിച്ച് PV മാറും. ആ PVക്ക് അനുസരിച്ചായിരിക്കും നമ്മുടെ പെർസെന്റേജ് ഡിസൈഡ് ചെയ്യുക. പക്ഷെ നിങ്ങൾ അതേ ബ്രോൺസ് കാർഡിന് നിങ്ങൾ ബ്രോൺസ് കാർഡിൽ ഇരുന്നുകൊണ്ടാണ് സ്പോൺസർ ചെയ്യുന്നതെങ്കിൽ 832 416 രൂപയായിരിക്കും ലഭിക്കുക, അതിന് നേരെ പകുതി. സോ അപ്പോൾ അവിടെ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായി. കൂടുതൽ ഇൻകം ഏൺ ചെയ്യാൻ ഏറ്റവും വലിയ പാക്കേജ് എടുക്കുക, അല്ലെങ്കിൽ പതുക്കെ ഏറ്റവും വലിയ പാക്കേജിലേക്ക് മാറുക എന്നുള്ളതാണ്. അങ്ങനെ ഓരോ സെയിലിന്റെയും ഒരു എക്സാമ്പിൾസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ റെഫറൽ ബോണസ് അല്ലെങ്കിൽ ഈ ടീം സെയിൽസ് ബോണസ് ലൈഫ് ടൈം തരുന്ന ഒരു കമ്പനിയാണ് ഫോക്കോവെ എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ എത്ര വ്യക്തികളെ ഈ സിസ്റ്റത്തിലേക്ക് കണക്ട് ചെയ്തിട്ടുണ്ടോ അവരെല്ലാം ജീവിതകാലം മുഴുവൻ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ, നമുക്കറിയാം നമ്മുടെ ഡെയിലി യൂസേജ് പ്രോഡക്റ്റ് ഉണ്ട്, സപ്ലിമെന്റ്സ് ഉണ്ട്, മറ്റു പ്രോഡക്റ്റുകളെല്ലാം ഉണ്ട്. ഇതെല്ലാം ഡെയിലി യൂസേജ് പ്രോഡക്റ്റുകൾ അവർ റിപ്പീറ്റ് വാങ്ങുമ്പോഴെല്ലാം നമുക്ക് ഈ 20% ആ PVയുടെ അനുസരിച്ച് നമുക്ക് വന്നുകൊണ്ടേയിരിക്കും. നമുക്ക് നിരന്തരമായ റിക്കറിംഗ് ഇൻകം സൃഷ്ടിച്ചെടുക്കാനായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിൽ സാധിക്കും എന്നുള്ളതാണ് ഏറ്റവും വലിയ ബ്യൂട്ടി. അടുത്തത് നമുക്കറിയാം ഇൻകം നമ്പർ 2, ഡെവലപ്മെന്റ് ബോണസ് അഥവാ ബൈനറി ഇൻകം. സോ ഡെവലപ്മെന്റ് ബോണസ് ബ്രോൺസ് കാർഡിലുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് 8% ലഭിക്കുക. ഇത് ഏറ്റവും കൂടുതൽ ലഭിക്കുന്ന ഒരു ഇൻകം എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നമ്മൾ അറിയാതെ നമുക്ക് ഇൻഡയറക്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന ആളുകളിൽ നിന്നും ജനറേറ്റ് ആകുന്ന ഇൻകമാണ് ബൈനറി ബോണസ്. നമ്മുടെ എൻ ഡെപ്ത് ടീമിൽ നിന്ന് ലെഫ്റ്റ് റൈറ്റ് നടക്കുന്ന ബിസിനസ്സിൽ നിന്നും കാൽക്കുലേറ്റ് തരുന്ന, മാച്ചിങ് ചെയ്ത് തരുന്ന ഒരു ബോണസ് ആണ് ഈ ഡെവലപ്മെന്റ് ബോണസ്. അത് നിങ്ങൾ ബ്രോൺസ് കാർഡിൽ ഉള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് 8% ആയിരിക്കും. എല്ലാ ആഴ്ചയിലും 40,000 രൂപ വരെ ഏൺ ചെയ്യാനുള്ള ഒരു പൊട്ടൻഷ്യൽ ഈ ഒരു കാർഡിനുണ്ട്. നിങ്ങൾ അതേ സിൽവർ കാർഡിലേക്ക് ജസ്റ്റ് അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് 10% മാറും. അതേ വീക്കിലി ക്യാപ്പിംഗ് 40 എന്നുള്ളത് 1,36,000 മാറ്റാനായിട്ട് നിങ്ങൾക്ക് സാധിക്കും. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, ഒരു 6,400 അല്ലെങ്കിൽ 20,000 കൊടുത്ത് നമ്മൾ ആവശ്യമുള്ള പ്രൊഡക്റ്റ് വാങ്ങി കഴിയുമ്പോൾ ഒരു 40,000 ആഴ്ചയിലോ അല്ലെങ്കിൽ 1,36,000 ആഴ്ചയിലോ ഏൺ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയാണ് നമുക്കിവിടെ ലഭിക്കുന്നത്. അതേപോലെ നിങ്ങൾ ഗോൾഡിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2,56,000 രൂപയുടെ വീക്കിലി ക്യാപ്പിംഗ് കിട്ടും. 11% ആണ് നിങ്ങൾക്ക് ബൈനറി ബോണസ് ലഭിക്കുക. പ്ലാറ്റിനം ആണെങ്കിൽ 12%, നിങ്ങൾക്ക് 4,40,000 രൂപ വീക്കിലി ക്യാപ്പിംഗ് ആണ് ഇവിടെ കമ്പനി ആലോചിക്കുന്നത്. സോ അതിന്റെ ചില എക്സാമ്പിൾസ് ആണ് കൊടുത്തിരിക്കുന്നത്. അത് നിങ്ങൾക്ക് സ്ലൈഡ് വെച്ച് മാച്ച് ചെയ്ത് നോക്കാം. ഉദാഹരണത്തിന് ലെഫ്റ്റിലും റൈറ്റിലും ബിസിനസ് വന്നു കഴിഞ്ഞാൽ എങ്ങനെയാണ് കമ്പനി മാച്ച് ചെയ്ത് തരുന്നത് എന്നുള്ളതാണ് ഇവിടെ നമുക്ക് കൊടുത്തിരിക്കുന്നത്. ഏറ്റവും ബ്യൂട്ടി മൈ ഡിയർ ഫ്രണ്ട്സ്, ഈ ഒരു സ്ലൈഡിൽ എടുത്തു പറയേണ്ടത് പവർ ലൈൻ ക്യാരി ഫോർവേഡ് ആണ്. നമുക്കറിയാം നമ്മൾ കൂടുതൽ ബിസിനസ് നടക്കുന്ന ആ സൈഡിനെ പവർ ലൈൻ എന്ന് പറയും. പവർ ലൈൻ നമുക്ക് ലൈഫ് ടൈം ക്യാരി ഫോർവേഡ് ആണ്, വിത്തൗട്ട് എനി കണ്ടീഷൻ. ഇനി നമുക്ക് പവർ ലൈനിലെ ബിസിനസ് നടന്നുകൊണ്ടുണ്ട്, നമ്മുടെ സിംഗിൾ ലൈന് ഓടിക്കൊണ്ടുണ്ട്, ഒരു സൈഡ് വർക്ക് ചെയ്യുന്നില്ല. പക്ഷെ നമ്മൾ നല്ല റീറ്റെയിൽ ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നമ്മളെ സ്വന്തം ഐഡിയിൽ പർച്ചേസ് ചെയ്യുന്നതിനും വീക്കർ ലൈനിലേക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കമ്പനി മാച്ചിങ് ബോണസ്, ഡെവലപ്മെന്റ് ബോണസ് തരുന്ന ഒരു സിസ്റ്റം ഫോർവേലുണ്ട്, വിച്ച് ഈസ് വെരി ബ്യൂട്ടിഫുൾ. ഏകദേശം 65% പ്രോഡക്റ്റിന്റെ വാല്യൂ നമുക്ക് PV ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് ഫോർവേ.
അടുത്ത ഈ ബിസിനസ്സിനെ സിമ്പിൾ ആയിട്ട് ഡ്യൂപ്ലിക്കേഷൻ ചെയ്യാനായിട്ട് ഇവിടെ ഒരു സ്ലൈഡ് കമ്പനി നമ്മുടെ മുമ്പിൽ വെക്കുന്നുണ്ട്. ഈച്ച് വൺ ബ്രിങ് ടു, ഈച്ച് വൺ ടീച്ച് ടു എന്ന ഫോർമുല. ഈ ഫോർമുല അപ്ലൈ ചെയ്യുന്ന ഏതൊരു വ്യക്തിക്കും കോമ്പൗണ്ടിങ് പവറിലൂടെ ഈ നെറ്റ്വർക്ക് മാർക്കറ്റിംഗിൽ സക്സസ് ആവാനായിട്ട് വളരെയധികം സാധിക്കും. ഇത് ബ്രോൺസ് കാർഡ് ഡ്യൂപ്ലിക്കേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ഈച്ച് വൺ ബ്രിങ് ടു, ഈച്ച് വൺ ടീച്ച് ടു എന്ന ഫോർമുല ഉപയോഗിച്ച് നമുക്ക് ഈ സിസ്റ്റത്തെ വളരെ വേഗം ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. അതായത് നമ്മൾ ഫസ്റ്റ് മന്ത് ഓർ ഫസ്റ്റ് വീക്കോ രണ്ടുപേരെ നമ്മളെ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരിക. വെറും 6400 പാക്കേജിൽ കൊണ്ടുവന്നാൽ പോലും നമുക്ക് ഈ ബിസിനസ് വളരെയധികം സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ സാധിക്കും. അവർക്ക് നമ്മൾ നിർദ്ദേശിക്കേണ്ടത് നമ്മുടെ FMCG പ്രോഡക്റ്റ്, നമ്മുടെ സാനിറ്ററി നാപ്കിൻ, സോപ്പ്, ഷാമ്പു, ബോഡി ലോഷൻ, ഫേസ് വാഷ് തുടങ്ങിയ ഡെയിലി യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകളായിരിക്കും അവർ വാങ്ങിക്കാനായിട്ട് നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുന്നത്. കാരണം അതൊക്കെ നിരന്തരമായി അവർ സ്ഥിരമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പ്രോഡക്റ്റാണ്, വേറൊരു ബ്രാൻഡ് ആയിരിക്കാമെന്ന് മാത്രം. സോ ജസ്റ്റ് അവരോട് നമ്മൾ അവരുടെ ബ്രാൻഡ് ചേഞ്ച് ചെയ്യാൻ പറയുന്നു, അവരുടെ ഷോപ്പിംഗ് ഹാബിറ്റ് മാറ്റാൻ പറയുന്നു, ഓട്ടോമാറ്റിക്കലി അവർ നമ്മുടെ സിസ്റ്റത്തിലേക്ക് മാറും. സോ നമ്മൾ അവർ ഉപയോഗിക്കുന്ന സോപ്പിന് പകരം നമ്മുടെ സോപ്പ്, അവർ ഉപയോഗിക്കുന്ന സാനിറ്ററി നാപ്കിന് പകരം നമ്മുടെ സാനിറ്ററി നാപ്കിൻ, അങ്ങനെ നമ്മൾ ബ്രാൻഡ് മാറ്റിക്കാൻ കഴിഞ്ഞാൽ അവരെ ഈ ബിസിനസ്സിലേക്ക് നമുക്ക് കൈകോർത്ത് കൊണ്ടുവരാൻ സാധിക്കും. അങ്ങനെ നിങ്ങൾ ആദ്യത്തെ മാസം 2 വ്യക്തികളെ ഈ സിസ്റ്റത്തിലേക്ക് കൊണ്ടുവരിക. രണ്ടാമത്തെ മാസം ആ 2 വ്യക്തികളെ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യിച്ചോ അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാം. ഇവിടെയാണ് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത്. രണ്ടാമത്തെ മാസം നിങ്ങൾ ചെയ്യേണ്ടത് വീണ്ടും 4 പേര് നിങ്ങൾ കൊണ്ടുവരല്ല ചെയ്യേണ്ടത്. നിങ്ങൾ ഓൾറെഡി കൊണ്ടുവന്നിരിക്കുന്ന 2 പേരെ കൊണ്ട് നിങ്ങൾ എന്ത് ചെയ്തോ അത് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. അങ്ങനെ ആ പ്രൊസീജിയർ ഒരു കണ്ടിന്യൂസ് നടന്നുകൊണ്ടേ പോയിക്കൊണ്ടിരുന്ന 2 4 ആവും, 4 8 ആവും, 8 16 ആവും, 32 ആവും, 64 ആവും. അങ്ങനെ അത് കോമ്പൗണ്ടിങ് ആയി മൾട്ടിപ്പിൾ ആയി പോയിക്കൊണ്ടേയിരിക്കും. 12 മാസം അല്ലെങ്കിൽ 12 ലെവൽ നമ്മൾ ഈ ബിസിനസ്സിനെ കറക്റ്റ് ആയിട്ട് സിസ്റ്റമാറ്റിക് ആയിട്ട് ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു സിമ്പിൾ ആയിട്ട് ഒരു 10,48,960 rupees നിങ്ങൾക്ക് കിട്ടാനുള്ള സാധ്യത ഇവിടെ വളരെ വ്യക്തമായിട്ട് കാണുന്നുണ്ട്. സോ അടുത്തൊരു ലെവലിൽ കൂടെ നിങ്ങൾ കംപ്ലീറ്റ് കഴിഞ്ഞാൽ അത് നേരെ 20 lakhs മാറും. സോ ഇങ്ങനെ നമുക്ക് ഈ ഒരു ബിസിനസ്സിനെ ഈസി ആയിട്ട് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ സാധിക്കുന്നതാണ് മൈ ഡിഫറൻസ്. ഓക്കെ, സോ അടുത്ത് നമുക്ക് എലൈറ്റ് ബോണസ് ആണ്. എലൈറ്റ് ബോണസ് ഇൻകം നമ്പർ 3 എന്ന് പറയാം. ഇത് പ്ലാറ്റിനം കാർഡുകാർക്കുള്ള ഒരു ബോണസ് ആണ്. ആദ്യത്തെ 12 മാസം നിങ്ങൾ മാത്രമേ ഇത് അവൈലബിൾ ഉണ്ടാവുള്ളൂ. ഏതൊരു വ്യക്തി കമ്പനിയിൽ ജോയിൻ ചെയ്ത് അടുത്ത 12 മാസത്തിനുള്ളിൽ അവർ പ്ലാറ്റിനം കാർഡ് ആയതിനു ശേഷം രജിസ്റ്റർ ചെയ്ത അന്ന് മുതൽ 12 മാസമായിരിക്കും കാൽക്കുലേറ്റ് ചെയ്യുക. പക്ഷെ വോളിയം കാൽക്കുലേറ്റ് ചെയ്യുക 12 അവർ പ്ലാറ്റിനം കാർഡ് ആയതിനു ശേഷമുള്ളതായിരിക്കും. അതുകൊണ്ട് തന്നെ അവര് 1,60,60,000 രൂപ ഈ ഒരു എലൈറ്റ് ബോണസ് ലഭിക്കണമെങ്കിൽ 1,60,60,000 രൂപ ഡെവലപ്മെന്റ് ബോണസ്, അതായത് ബൈനറി ബോണസ് അവർ ഏർൺ ചെയ്തിരിക്കണം. അവരുടെ ഏർണിങ്സ് ഒരു 1,60,60,000 രൂപ ഉണ്ടെങ്കിൽ കമ്പനി 80,000 രൂപ കൂടെ എക്സ്ട്രാ തരും. ജസ്റ്റ് ഇമാജിൻ ചെയ്യാം, നേരെ പകുതി എമൗണ്ട് നമുക്ക് ബോണസ് ആയിട്ട് തരാം. പക്ഷെ നമുക്ക് നല്ല നെറ്റ്വർക്ക് ഉണ്ട്, നമുക്ക് നല്ല 2 സൈഡ് ലെഫ്റ്റ് റൈറ്റ് നല്ല ടീമുണ്ട്, വി ആർ ഏർണിംഗ് വെരി ഗുഡ് മണി എന്ന് വെച്ചാൽ 7,20,000 രൂപ നിങ്ങൾക്ക് 12 മാസങ്ങൾ ഏൺ ചെയ്യാൻ സാധിച്ചാൽ 2,40,000 രൂപ അഗെയിൻ കമ്പനി നമുക്ക് ബോണസ് ആയിട്ട് തരും. അതേ നിങ്ങൾ 14,40,000 ഏൺ ചെയ്യാൻ സാധിച്ചാൽ വീണ്ടും ഒരു 3,20,000 രൂപ കൂടെ നമുക്ക് ബോണസ് ആയിട്ട് തരും. ഇതിനെല്ലാം വേണ്ടത് നമ്മൾ നമ്പർ 1 പ്ലാറ്റിനം കാർഡ് ആയിരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന വ്യക്തിയെ സംബന്ധിച്ച് പ്ലാറ്റിനം കാർഡ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, സോ 6,40,000 മൊത്തം ഒരു എലൈറ്റ് ബോണസ് ഒരു വർഷം കൊണ്ട് ഏൺ ചെയ്യാനുള്ള ഒരു സാധ്യതയും നമുക്ക് ഈ ഒരു ബിസിനസ് പ്ലാനിലുണ്ട്. സോ ഇത് മിസ് ചെയ്യാതെ ശ്രദ്ധിക്കാം. ഓക്കെ, നമ്മൾ ഇതേ പ്ലാറ്റിനം കാർഡ് ഡ്യൂപ്ലിക്കേഷൻ നിങ്ങൾക്ക് ചെയ്യാൻ സാധിച്ചാൽ ഈ എലൈറ്റ് ബോണസ് നിങ്ങൾക്ക് ഈസി ആയിട്ട് ഏൺ ചെയ്യണമെങ്കിൽ നിങ്ങൾ പ്ലാറ്റിനം ആവുക, അതിനുശേഷം നിങ്ങൾ ബ്രോൺസ് കാർഡ് ഡ്യൂപ്ലിക്കേഷൻ ചെയ്താൽ പോലും നിങ്ങൾക്ക് വരുന്ന ഇൻകത്തിന്റെ ഒരു കാൽക്കുലേഷൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഏകദേശം 26,21,450 രൂപ ബൈനറി ബോണസും അതിന്റെ ഗ്യാപ്പ് കമ്മീഷൻ നിങ്ങൾക്ക് ഒരു 15 ലക്ഷം രൂപ ഗ്യാപ്പ് കമ്മീഷനും ഇതെല്ലാം കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ ഏകദേശം 14,40,000 ക്രോസ് ചെയ്തിട്ടുണ്ടാവും. ഓട്ടോമാറ്റിക്കായിട്ട് 6,40,000 രൂപ നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് ആ എലൈറ്റ് ബോണസ് ലഭിക്കും. മൊത്തം നിങ്ങളുടെ വരുമാനം 48,33,960 രൂപ ഒരു 12 മാസം കൊണ്ട് ഒരു വർഷം കൊണ്ട് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. മൈ ഡിയർ ഫ്രണ്ട്സ്, നിങ്ങൾ ആലോചിക്കൂ, ഒരു 80,000 രൂപ ടോപ്പ് കാർഡ് എടുത്തു തന്നെ വിചാരിക്കുക. 80,000 രൂപ നിങ്ങൾ പ്ലാറ്റിനം കാർഡായി ഒരു വർഷം കൊണ്ട് ഒരു 48 ലക്ഷം രൂപ ഏൺ ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി. ഓക്കെ, ആ ഓപ്പർച്യൂണിറ്റി നിങ്ങൾക്ക് ലഭിക്കണമെങ്കിൽ നിങ്ങൾ എത്ര ഭാഗ്യവാന്മാരായിരിക്കും. അതിന് എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, എന്തൊക്കെ നിങ്ങൾ ഇതിന്റെ പിറകിൽ വർക്ക്ഔട്ട് ചെയ്യണം എന്നുള്ളത് നിങ്ങൾ തന്നെ ആലോചിക്കുക. നിങ്ങൾ ലീഡറായിട്ട് സെറ്റ് ചെയ്യുക. കമ്പനി തരുന്നുണ്ട്, അതെങ്ങനെ നമ്മൾ വാങ്ങിക്കാനായിട്ട് സാധിക്കും എന്നുള്ളതിനെ കുറിച്ച് നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുക, ആലോചിക്കാം. ഓക്കെ, സോ അടുത്തത്
നമ്മൾ ജസ്റ്റ് പ്ലാറ്റിനം കാർഡിന്റെ മാത്രം ഡ്യൂപ്ലിക്കേഷൻ ചെയ്യാണ്. ഈച്ച് വൺ ബ്രിങ് ടു, ഈച്ച് വൺ ടീച്ച് ടു. നമ്മുടെ ഒരു പ്രൊഡക്റ്റ് ഉണ്ട് മാജിക് ഡിവൈസ്. ആ മാജിക് ഡിവൈസിന് മാത്രം നമ്മൾ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തതിനാൽ തന്നെ നമുക്ക് 1,34,26,800 rupees 12 മാസം കൊണ്ട് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. സോ ഇതൊക്കെ നിങ്ങൾക്ക് കാൽക്കുലേഷൻ ഒക്കെയാണ്, കമ്പൗണ്ടിങ് സിസ്റ്റത്തിൽ കൂടെയാണ് ഇത് പറയുന്നത്. സോ അതിനുശേഷം നമുക്കിവിടെ കാണുന്നത് ഇത്രയും നേരം ഞാൻ പറഞ്ഞത് നിങ്ങൾക്കൊരു ഡെയിലി അല്ലെങ്കിൽ വീക്ക്ലി ഇൻകം ആണ്. ഇനി ഞാൻ പറയാൻ പോകുന്നത് വളരെ ശ്രദ്ധിച്ചു നോക്കുക, ഒരു കരിയർ ബിൽഡിംഗ്. നമ്മളെല്ലാവരും നെറ്റ്വർക്ക് മാർക്കറ്റിംഗ്, ഡയറക്ട് സെല്ലിംഗിൽ കണക്ട് ആവുന്നത് നമ്മുടെ ഫ്യൂച്ചർ സേഫ് ആക്കാനാണ്, നമ്മുടെ കരിയർ സേഫ് ആക്കാനാണ്. മൈ ഡിയർ ഫ്രണ്ട്സ്, നമ്മൾ കരിയർ ബിൽഡ് ചെയ്യാൻ വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ടാർഗറ്റാണ് ഇവിടെ കമ്പനി വന്നിരിക്കുന്നത്. 8 റാങ്ക് ഉണ്ട്. 8 റാങ്കിൽ എമറാൾഡ്, സഫയർ, ഡയമണ്ട്, 1 സ്റ്റാർ, 3 സ്റ്റാർ, 5 സ്റ്റാർ, 7 സ്റ്റാർ ആൻഡ് ഫീനിക്സ് അംബാസിഡർ എന്ന് പറഞ്ഞിട്ട് 8 റാങ്ക് ഉണ്ട്. ഈ 8 റാങ്ക് അച്ചീവ് ചെയ്യാൻ കഴിഞ്ഞാൽ നമ്മുടെ ലൈഫ് സെറ്റിൽ ആയി എന്ന് പറയാം. ഈ കമ്പനിയിൽ ഏറ്റവും ടോപ്പ് റാങ്ക് ആണ് ഫീനിക്സ് അംബാസിഡർ റാങ്ക്. സോ നമുക്ക് നോക്കാം ഓരോ റാങ്കും എങ്ങനെയാണ് നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കുക എന്നുള്ളത്. ആദ്യത്തെ റാങ്കായ എമറാൾഡ് റാങ്ക്, ബ്യൂട്ടിഫുൾ ഒരു പിന്ന് കിട്ടും. ആ പിന്ന് കിട്ടണമെങ്കിൽ നമുക്ക് 12 ലക്ഷം രൂപയുടെ മാച്ചിങ് ബിസിനസ് ആണ്. നമുക്കറിയാം ബൈനറി സിസ്റ്റം ആണ്. അവർ ലെഫ്റ്റ് റൈറ്റ് ടീം ഉണ്ടാവും. ആ ഈച്ച് ടീമിൽ നിന്ന് 12 ലക്ഷം രൂപയുടെ ബിസിനസ് നമ്മൾ ജനറേറ്റ് ചെയ്തിരിക്കണം. അതിന് ടൈം ലിമിറ്റോ ഇത്ര നാളുകൊണ്ട് തീർക്കണമെന്നോ ഇത്ര രൂപ ചെയ്യണമെന്നോ അങ്ങനെ ഒന്നുമില്ല. 12 ലക്ഷം എന്ന് ഫിനിഷ് ചെയ്യുന്നോ നിങ്ങൾ ജോയിൻ ചെയ്തതിന് ശേഷം നിങ്ങൾ എമറാൾഡ് റാങ്ക് ആവും. കമ്പനിയുടെ വെബ്സൈറ്റിൽ നിങ്ങളുടെ ഫോട്ടോ വരും. നിങ്ങൾ ഈ ഇന്റർനാഷണൽ പ്ലാറ്റ്ഫോമിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയായി മാറും. ഇന്ന് ഇന്ത്യയിൽ ഇത്രയധികം എമറാൾഡ് റാങ്കുകാർ നമുക്ക് അവൈലബിൾ ആണ്. അടുത്തത് നിങ്ങൾ അവിടെ നിന്ന് കണ്ടിന്യൂ ആണ്, അതായത് ക്യാരി ഫോർവേഡ് ആണ്. ആ വോളിയം ക്യാരി ഫോർവേഡ് അക്യുമുലേറ്റ് ചെയ്ത് നിങ്ങൾ എന്ന് അതിന്റെ ഡബിൾ വോളിയം കംപ്ലീറ്റ് ചെയ്യുന്നോ, ഇല്ലെങ്കിൽ നിങ്ങളുടെ ലെഫ്റ്റ് റൈറ്റ് ഓരോ എമറാൾഡ് റാങ്ക് ക്രിയേറ്റ് ചെയ്യുന്നോ, അപ്പോൾ നിങ്ങൾ അടുത്ത റാങ്കിലേക്ക് എത്തും. ദാറ്റ് ഈസ് കോൾഡ് സഫയർ റാങ്ക്. അത് ഇനിയും ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഹോണററി റാങ്ക് ആണ്. ഇതുപോലത്തെ ഒരു ബ്യൂട്ടിഫുൾ പിന്ന് നിങ്ങൾക്ക് ലഭിക്കും. അതുപോലെ ഇന്ന് നിലവിലുള്ള സഫയർ റാങ്ക് ലീഡേഴ്സിന്റെ ഫോട്ടോസ് ആണ് നമുക്ക് ഈ കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അടുത്തതാണ് ഏറ്റവും പെർഫെക്റ്റ് ആൻഡ് ഡൈനാമിക് റാങ്ക് എന്ന് പറയാം. ഹോണററി റാങ്കിൽ പവർഫുൾ റാങ്ക് ആണ് ഡയമണ്ട് റാങ്ക്. സോ ഇൻകം നമ്പർ 4 ഇവിടുന്ന് സ്റ്റാർട്ട് ആവുകയാണ്. നമുക്ക് 1% കൺട്രി ടേൺ ഓവർ, ഓൾ ഓവർ ഇന്ത്യയിൽ നടക്കുന്ന ബിസിനസിന്റെ 1% ഈ ഒരു റാങ്കിൽ എത്തുന്ന വ്യക്തികൾക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും ബേസ്ഡ് ഓൺ ദെയർ പെർഫോമൻസ്, ദെയർ വെയിറ്റേജ്. സോ അത് ഓരോ ഡയമണ്ടുകളും എത്ര മാത്രം പെർഫോം ചെയ്യുന്നതിനനുസരിച്ച് ആ ഷെയറിന്റെ വാല്യൂ കൂടും. സോ ഓൾ ഓവർ ഇന്ത്യയിൽ നടക്കുന്ന ബിസിനസിന്റെ ഷെയർ ഹോൾഡർ ആവുകയാണ് നമ്മൾ ഡയമണ്ട് റാങ്കിൽ എത്തിക്കഴിഞ്ഞാൽ. ഇതിന് നമുക്ക് വേണ്ടത് ലെഫ്റ്റ് റൈറ്റ് ഓരോ സഫയർ ക്രിയേറ്റ് ചെയ്യുക, ഇല്ലെങ്കിൽ 48 ലക്ഷത്തിന്റെ ബിസിനസ് നമ്മൾ ലെഫ്റ്റ് റൈറ്റും കംപ്ലീറ്റ് ചെയ്യുക. അതിന് ടൈം ലിമിറ്റ് ഉണ്ടോ? നോ. ടൈം ലിമിറ്റ് യാതൊരുവിധ ടൈം ലിമിറ്റും ഇല്ല. നിങ്ങൾക്ക് എപ്പം ആവുന്നോ അപ്പം നിങ്ങൾ അച്ചീവ് ആവും. നിലവിലുള്ള ഇന്ത്യയിലുള്ള ഡയമണ്ട് റാങ്ക് ലീഡേഴ്സ് ആണ് ഈ സ്ലൈഡിൽ നിന്ന് കാണാൻ സാധിക്കുന്നത്. അടുത്തത് നിങ്ങൾ ഡയമണ്ടിന് ശേഷം നിങ്ങൾ ഡയറക്ടർഷിപ്പിലേക്ക് മാറുകയാണ്. നിങ്ങൾ നിങ്ങളുടെ ടീമിനെ, നിങ്ങളുടെ ബിസിനസ്സിനെ സ്വന്തം ഡയറക്ട് ചെയ്യാനുള്ള ഒരു പ്രാപ്തിയിൽ എത്തിയെന്ന് കമ്പനിക്ക് മനസ്സിലാവുകയാണ്. സോ കമ്പനി നിങ്ങൾ ഇവിടെ തൊട്ട് ഡയറക്ടർ എന്ന പോസ്റ്റിലേക്ക് നിങ്ങൾ അപ്ഗ്രേഡ് ചെയ്യണം. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ലെഫ്റ്റ് ടീമിൽ ഒരു ഡയമണ്ട്, റൈറ്റ് ടീമിൽ ഒരു ഡയമണ്ട് ക്രിയേറ്റ് ചെയ്യുക. സോ യു വിൽ ബിക്കം എ സ്റ്റാർ ഡയറക്ടർ. സോ ഫസ്റ്റ് ഡയറക്ടർ ഇപ്പോൾ 1 സ്റ്റാർ ഡയറക്ടർ. 1 സ്റ്റാർ ഡയറക്ടർ ആയി കഴിഞ്ഞാൽ നമുക്ക് എല്ലാ വർഷവും കമ്പനി ഒരു 80,000 രൂപ ടൂർ ഫണ്ട് ആയിട്ട് തരും. കമ്പനി പേ യു ടൂർ ഫണ്ട് 80,000 എവറി ഇയർ. ഓക്കെ, സോ ഇന്ന് നിലവിലുള്ള 1 സ്റ്റാർ ഡയറക്ടേഴ്സ് ആണ് നിങ്ങൾക്ക് കാണാൻ സാധിക്കാം. മിസ്റ്റർ രാജേഷ് ജോഷി, അബ്ദുൾ റസാഖ്, ഗുണധർ സിംഗ, മഹല ലോത്ത, അബനി ലോത്ത, ജ്യോതി സഞ്ജയ് കാസ്ത്യ, മുക്ന റാം ജക്കർ, ജോഷി കെ വർഗീസ്, ഞാൻ തന്നെയാണ്, ആൻഡ് മിസ്റ്റർ റബാനി ഖാൻ. സോ ഇത്രയും പേരാണ് നിലവിലുള്ള 1 സ്റ്റാർ ഡയറക്ടേഴ്സ്. കൺഗ്രാജുലേഷൻ എല്ലാവർക്കും. അതുപോലെ അടുത്ത റാങ്ക് എന്ന് പറഞ്ഞാൽ 3 സ്റ്റാർ ഡയറക്ടറാണ്. 1 കഴിഞ്ഞാൽ പിന്നെ 3 ആണ്, 2 ഇല്ല. അപ്പൊ 3 സ്റ്റാർ ഡയറക്ടർ ആണെങ്കിൽ 1 സ്റ്റാർ ആയ വ്യക്തികൾ അവരുടെ അണ്ടറിൽ, അവരുടെ കീഴിൽ 2 ലൈനിലായിട്ട്, A-B ലൈനിലായിട്ട് 3 1 സ്റ്റാർ ഡയറക്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്യണം. 3 1 സ്റ്റാർ ഡയറക്ടേഴ്സിനെ ക്രിയേറ്റ് ചെയ്താൽ നിങ്ങൾ 3 സ്റ്റാർ ആയി. നിങ്ങൾക്ക് കമ്പനി ഇവിടെ നിന്ന് തരാൻ പോകുന്നത് 8 ലക്ഷം രൂപയുടെ കാർ അവാർഡാണ് എല്ലാ വർഷവും. സോ നിങ്ങൾ വിചാരിക്കും അപ്പൊ 1 സ്റ്റാറിന്റെ 80,000 ഡയമണ്ടിന്റെ 1% കൺട്രി ടേൺ ഓവർ സ്റ്റോപ്പ് ചെയ്യുന്നു. ഒരിക്കലും ഇല്ല. സാധാരണ കമ്പനികൾ അങ്ങനെയാണ് ചെയ്യാറ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ നിങ്ങൾക്ക് ഡയമണ്ടിന്റെ കിട്ടും, 1 സ്റ്റാറിന്റെ കിട്ടും, 3 സ്റ്റാറിന്റെയും കിട്ടും. സോ 8,80,000 രൂപ നിങ്ങൾക്ക് റിവാർഡായിട്ട് ഇവിടെ മാറി കഴിഞ്ഞു. അടുത്തത് നമ്മുടെ 3 സ്റ്റാർ ഡയറക്ടർ, നിലവിലുള്ള 3 സ്റ്റാർ ഡയറക്ടർ മിസ്റ്റർ ഹസൻ മാലിക്, ഡൽഹി സ്വദേശിയാണ്. അടുത്ത റാങ്ക് എന്ന് പറഞ്ഞാൽ 5 സ്റ്റാർ ആണ്. ഇത് 3 കഴിഞ്ഞാൽ 4 ഇല്ല, പിന്നെ 5 ആണ്. 5 സ്റ്റാർ ഡയറക്ടർ ആണ്. അപ്പൊ നമ്മളിവിടെ ചെയ്യേണ്ടത് 1 സ്റ്റാർ ഡയറക്ടർ ആയ വ്യക്തി ആദ്യം 3 1 സ്റ്റാറിന്റെ അണ്ടറിൽ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അവർ 3 സ്റ്റാർ ആയി. എഗെയിൻ 2 1 സ്റ്റാറുടെ അവരുടെ ടീമിൽ ക്രിയേറ്റ് ആവുമ്പോൾ അവർ 5 സ്റ്റാർ ഡയറക്ടർ ആവും. അവർ കമ്പനി ഓൾറെഡി 8,80,000 തരുന്നുണ്ട്. അതിന്റെ ഒപ്പം ഒരു 20 ലക്ഷം കൂടെ ലക്ഷറി യാച്ച് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്യും. സോ ഇത് നമുക്ക് എൻജോയ് ചെയ്യാം. ഈ പൈസ ഇതെല്ലാം വർഷത്തിൽ ഒരിക്കൽ തരുന്ന എമൗണ്ട് ആണ്. സോ ഇന്ന് നിലവിൽ ആരും ഇന്ത്യയിൽ 5 സ്റ്റാർ ഡയറക്ടർ ഇല്ല. അടുത്ത സ്റ്റാർ ഡയറക്ടർ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ 8ാമത്തെ ഇൻകം ആണ്.
7-star ഡയറക്ടർ. 7-star ഡയറക്ടർ ആവാൻ നമുക്ക് വേണ്ടത് നമ്മുടെ അണ്ടറിൽ 7 1-star ഡയറക്ടേഴ്സ് വേണം. സോ ഓൾറെഡി നമ്മൾ 5-star ആയപ്പോൾ തന്നെ 5 പേരുണ്ട് നമ്മുടെ അണ്ടറിൽ. അടുത്ത പുതിയ 2 പേരോട് നമ്മുടെ അണ്ടറിൽ ക്രിയേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ 7-star ഡയറക്ടറായി. ഇവിടെ കമ്പനി നമുക്ക് എല്ലാ വർഷവും 40 ലക്ഷം രൂപ വില്ല ഫണ്ടായിട്ട് തരും. So my dear friends, this is not a joke. Every year 40 lakhs rupees villa fund ആയിട്ട് തരും. ഇന്ന് ഈ ഫണ്ട് എൻജോയ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് മിസ്റ്റർ ജാവേദ് ഖാർ, നമ്മുടെ ഗ്രേറ്റ് അപ്ലൈൻ. സോ അദ്ദേഹത്തിന് എല്ലാവിധ നന്മകളും അടുത്ത റാങ്കിലേക്കുള്ള ആശംസകളും നേരുന്നു. ഇദ്ദേഹം ഈ 2ാമത്തെ വർഷം ഈ ഒരു പൊസിഷൻ എത്തിയ ആളാണ്. ഏഷ്യയിലെ തന്നെ ആദ്യത്തെ 7-star ഡയറക്ടറാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഫിനിക്സ് അംബാസിഡർ ആകാൻ പോകുന്ന വ്യക്തിയാണ്. സോ അടുത്ത വോളിയം എന്ന് പറഞ്ഞാൽ, അടുത്ത റാങ്ക് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഫിനിക്സ് അംബാസിഡർ ആണ്. ഫിനിക്സ് അംബാസിഡർ ആകണമെങ്കിൽ നമ്മൾ 7-star ആയി 2 7-star നമ്മുടെ ടീമിൽ ക്രിയേറ്റ് ചെയ്യാം. നിങ്ങൾ ഫിനിക്സ് അംബാസിഡർ ആവും. ഇന്ന് 30ഓളം രാജ്യങ്ങളിൽ ഈ കമ്പനി പ്രവർത്തിക്കുന്നുണ്ട്. ഈ 30ഓളം രാജ്യങ്ങളിൽ നടക്കുന്ന ബിസിനസിന്റെ 0.5%, ഗ്ലോബൽ ടേൺ ഓവറിന്റെ 0.5% ഡിവിഡൻഡ് നിങ്ങൾ അർഹരാകും. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ പൊസിഷൻ. ഇന്ന് ലോകത്തിലെ 23 പേര് നമ്മുടെ ഫിനിക്സ് അംബാസിഡേഴ്സ് ഉണ്ട്. അതാണ് ഈ കമ്പനിയുടെ ഒരു ബ്യൂട്ടി. ഇന്ന് ബിസിനസ് പ്ലാൻ കംപ്ലീറ്റ് ചെയ്ത ആളുകൾ നമ്മുടെ കമ്പനിയിലുണ്ട് എന്നുള്ളതാണ് സത്യം. സോ പൊട്ടൻഷ്യൽ ഇൻകം ഓപ്പർച്യൂണിറ്റീസ്. ഫോഹോവയില് 3-star ഡയറക്ടർ ആയി കഴിഞ്ഞാൽ 8,80,000 രൂപ ഇയർലി പാക്കേജിന്റെ 1-starന്റെയും ചേർത്ത്. നിങ്ങൾ 5-starൽ എത്തിക്കഴിഞ്ഞാൽ 28,80,000 രൂപ ഇയർലി പാക്കേജ് കിട്ടും. 1-star, 3-star, 5-star ചേർത്ത്. 7-starൽ എത്തിക്കഴിഞ്ഞാൽ 68,80,000 രൂപ നിങ്ങൾക്ക് ഇയർലി പാക്കേജ് കിട്ടും. 1-star, 3-star, 5-star, 7-star എല്ലാ 4 സ്റ്റാറുകളുടെയും ചേർത്ത്. ഫിനിക്സ് അംബാസിഡർ സെപ്പറേറ്റ്. ഇത് കൂടാതെ നിങ്ങൾക്ക് റീറ്റെയിൽ ഇൻകം, ഡയറക്ട് സ്പോൺസർ ഇൻകം, ബൈനറി ഇൻകം ഇതെല്ലാം സെപ്പറേറ്റ്. അതേപോലെ പ്രൊമോഷൻസ്, പോളിസീസ്, കമ്പനി എലൈറ്റ് ബോണസ് ഇതൊന്നും കാൽക്കുലേറ്റ് ചെയ്തിട്ടില്ല. ഇതൊന്നും കാൽക്കുലേറ്റ് ചെയ്യാതെ ജസ്റ്റ് 68,80,000 രൂപ നിങ്ങൾക്ക് വർഷത്തിൽ എൻജോയ് ചെയ്യാൻ പറ്റിയ ഒരു സിമ്പിൾ ബിസിനസ് പ്ലാൻ ആണ് ഫോഹോയുടേത്. 1 crore പൊട്ടൻഷ്യൽ ആനുവൽ ഇൻകം പ്ലാൻ എന്നാണ് നമ്മൾ ഇതിനെ വിളിക്കുന്നത്. അതുപോലെ മറ്റൊരു ബ്യൂട്ടിഫുൾ ബെനിഫിറ്റ് എന്താ വെച്ചാൽ, എല്ലാ വ്യക്തികളും ഏതൊരു ഡിസ്ട്രിബ്യൂട്ടറും ഒരു പാക്കേജ് കംപ്ലീറ്റ് ചെയ്തതിനു ശേഷം അവർക്ക് ലൈഫ് ലോങ് നമ്മുടെ എല്ലാ പ്രോഡക്റ്റും 1+1 അല്ലെങ്കിൽ 1:1 എന്ന റേഷ്യോയില് വാങ്ങി ഉപയോഗിക്കാം. DP പ്രൈസിൽ 1 വാങ്ങുമ്പോൾ 1 ഫ്രീ, അല്ലെങ്കിൽ 1 വാങ്ങുമ്പോൾ അതിന് തുല്യമായ മറ്റൊന്ന് ഫ്രീ എന്ന സിസ്റ്റത്തില് കമ്പനി എല്ലാ പ്രോഡക്റ്റും നമുക്ക് ലഭിക്കുന്നതായിരിക്കും. സോ ഇതൊരു ബ്യൂട്ടിഫുൾ സിസ്റ്റം ആണ്. സോ നമുക്ക് ഇത്രയും ക്വാളിറ്റിയുള്ള പ്രോഡക്റ്റ് വളരെ നോർമൽ റേറ്റിൽ നമുക്ക് വാങ്ങി ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ഇവിടെ ഈ ഒരു സിസ്റ്റം 1+1 ഓപ്ഷൻ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ റീറ്റെയിൽ മാർജിൻ എന്ന് പറഞ്ഞത് 140%. നിങ്ങൾ ശ്രദ്ധിച്ചു കേൾക്കുക, 140%. ഈ 140% റീറ്റെയിൽ മാർജിനെ ബേസ് ചെയ്തുകൊണ്ട് നമ്മൾ നമ്മുടെ പ്രൊഡക്റ്റ് സെല്ലിംഗ് ഒരു മോഡലോട് കൊടുത്തിട്ടുണ്ട്. ഈ മോഡലിനെ നിങ്ങൾ അപ്ലൈ ചെയ്തതിന് നിങ്ങൾക്ക് മാസം മിനിമം ഒരു 99,960, അതായത് ഏകദേശം 1 ലക്ഷം രൂപയോളം ജസ്റ്റ് ഒരു 8 FMCG പ്രോഡക്റ്റിനെ ഒരു സെറ്റ് ഫോക്കസ് ചെയ്താൽ പോലും നിങ്ങൾക്ക് ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ റീറ്റെയിലും നല്ല പ്രോഫിറ്റ് ഉള്ള ഒരു സിസ്റ്റമാണ്. പിന്നെ സം ഇമ്പോർട്ടന്റ് പോയിന്റ്സ് ആണ്, അതായത് യൂണിക് ആൻഡ് ഫാസ്റ്റസ്റ്റ് റിട്ടേൺ കോമ്പൻസേഷൻ പ്ലാൻ ആണ്. ഒരു IDക്ക് വന്ന് 7 IDകൾ ക്രിയേറ്റ് ചെയ്യാം. ഒരു പാൻ കാർഡിന് 7 IDs ജനറേറ്റ് ചെയ്യാം. ബോണസ് എല്ലാ ആഴ്ചയിലാണ് കാൽക്കുലേറ്റ് ചെയ്യുക. ആൻഡ് ആക്ടിവേഷൻ ക്വാളിഫിക്കേഷൻ ചെക്ക് ബൈ 4 weeks. റീപർച്ചേസ് ഉണ്ട്. ആക്റ്റീവ് ഡിസ്ട്രിബ്യൂട്ടർ എന്ന് പറഞ്ഞാൽ അത് സഫയർ ആൻഡ് ബിലോ 2,400 രൂപ നമ്മൾ റീപർച്ചേസ് ചെയ്യണം. അത് അടുത്ത 4 ആഴ്ചത്തേക്ക് നമ്മൾ ആക്റ്റീവ് ഡിസ്ട്രിബ്യൂട്ടർ ആക്കാനായിട്ട് സഹായിക്കും. പ്രോഡക്റ്റ് ബേസ്ഡ് കമ്പനികൾ ചെയ്തിട്ടുള്ള എല്ലാവർക്കും അറിയാം, ഈ റിപ്പീറ്റ് പർച്ചേസ് നിർബന്ധമാണ് എല്ലാ കമ്പനികളിലും ബോണസ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണമെങ്കിൽ. റിപ്പീറ്റ് പർച്ചേസ് ചെയ്യാത്ത IDകളെ ഇനാക്റ്റീവ് ഡിസ്ട്രിബ്യൂട്ടേഴ്സ് എന്ന് വിളിക്കും. അവർക്ക് ബോണസ് കൊടുക്കത്തില്ല. പക്ഷെ ഫോഹോവെല് ഒരു പ്രത്യേകത, റിപ്പീറ്റ് സെയിൽസ് നിങ്ങൾ ചെയ്തിട്ടില്ലെങ്കിലും 90% കമ്പനി നിങ്ങളുടെ പേയ്മെന്റ് പേ ഔട്ട് ചെയ്യും. 10% കമ്പനി ഹോൾഡ് ചെയ്ത്, കമ്പനി ഒരു 10% അതിലൂടെ ആഡ് ചെയ്ത് മൊത്തം ഹോൾഡ് ചെയ്തതിന്റെ ഡബിൾ വാല്യൂ നിങ്ങളുടെ വാലറ്റിലേക്ക് ഇടും. നിങ്ങൾ അത് പ്രൊഡക്റ്റ് ആയിട്ട് എൻജോയ് ചെയ്യാം. സോ ഇതൊരു ബ്യൂട്ടിഫുൾ സിസ്റ്റം ആണ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഓരോ ഡിസ്ട്രിബ്യൂട്ടറിനും ഇവിടെ ബോണസ് നഷ്ടപ്പെടുന്നില്ല. എല്ലാവർക്കും തന്നെ ബോണസ് ലഭിക്കുന്ന ഒരു സിസ്റ്റമാണ് കമ്പനി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുപോലെ ഗ്ലോബൽ ഓണർ അവാർഡ് നമുക്ക് എല്ലാ ആഴ്ചയിലും കാൽക്കുലേറ്റ് ചെയ്യും. ഡയമണ്ട് ഡിവിഡൻഡ് എല്ലാ ആഴ്ചയിലും കാൽക്കുലേറ്റ് ചെയ്യും. ഈ ഡയമണ്ട് ഡിവിഡൻഡ് 3 മാസത്തിലൊരിക്കൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. മറ്റുള്ള ഹോണററി അവാർഡ്സ് എല്ലാം നമുക്ക് വർഷത്തിലൊരിക്കലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. ടീം ബോണസും ഡെവലപ്മെന്റ് ബോണസും നമുക്ക് അതായത് ആഴ്ചയിൽ തന്നെ കാൽക്കുലേറ്റ് ചെയ്ത് അതിന്റെ ടൈം പീരീഡ് ഉണ്ട്. എവറി വീക്കിൽ തന്നെ പേയ്മെന്റ് കിട്ടുന്ന രീതിയിലാണ് സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. ഓക്കെ, സോ പ്രൊമോഷൻസ് പോളിസീസ് ഒക്കെ അതാത് ടൈമിൽ കമ്പനി കൊടുക്കാറുണ്ട്. സോ ഇതാണ് ഫോഹോവയുടെ ബിസിനസ് പ്ലാൻ. സോ താങ്ക് യു ഫോർ ലിസ്ണിംഗ്. ഇതിനെ കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് നിങ്ങളെ ഈ വീഡിയോ ഷെയർ ചെയ്യുന്ന ആളുകളുമായിട്ട് ബന്ധപ്പെടുക. താങ്ക് യു സോ മച്ച്. ഓൾ ദ ബെസ്റ്റ്. എൻ്റെ പേര് ജോഷി.
ഞാൻ ബാംഗ്ലൂരിൽ നിന്നാണ് സംസാരിക്കുന്നത്. ഞാൻ ഈ സിസ്റ്റത്തിൽ 1 സ്റ്റാർ ഡയറക്ടറായിട്ട് പ്രൊമോട്ട് ചെയ്തിട്ടൊരു വ്യക്തിയാണ്. സോ എന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടൈമിലൂടെയാണ് ഞാൻ കടന്നു പോയിരിക്കുന്നത്. അത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു കമ്പനി, ഒരു പ്രോഡക്റ്റ്, 90-ലധികം രാജ്യങ്ങളിലേക്ക് പ്രോഡക്റ്റ് സപ്ലൈ ചെയ്യുന്ന അല്ലെങ്കിൽ 30ഓളം രാജ്യങ്ങളിൽ ഡയറക്ട് സെല്ലിംഗ് ബിസിനസ് ചെയ്യുന്ന കമ്പനിയാണ്. ബേസ്ഡ് ഓൺ നാച്ചുറോപ്പതി, TCM, ആയുർവേദ ആൻഡ് ബയോടെക്നോളജി ബേസ് ചെയ്തിട്ട് പ്രോഡക്റ്റുകളെ R&D ചെയ്ത് മാനുഫാക്ചർ ചെയ്യുന്ന ഒരു കമ്പനിയാണ്. കമ്പനിയുടെ ഹെഡ് ഓഫീസും R&Dയും മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഒക്കെ വിസിറ്റ് ചെയ്യാനുള്ള ഭാഗ്യം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. ചൈനയിലെ ടിയാൻജിൻ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ കമ്പനി സ്ഥിതി ചെയ്യുന്നത്. സോ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഈ കമ്പനിയിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ നിങ്ങൾക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുന്ന ആളുകളുമായിട്ട് ഉടൻ തന്നെ ബന്ധപ്പെടുക. ബ്യൂട്ടിഫുൾ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുന്ന പ്രോഡക്റ്റുകൾ നമ്മുടെ കമ്പനിയിലുണ്ട്. അതുപോലെ മിറാക്കിൾ സൃഷ്ടിക്കുന്ന ബിസിനസ് പ്ലാൻ ആണ്. സോ എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. താങ്ക് യു. ബൈ ബൈ.